ഹലോ ഫ്രണ്ട്സ്, ബ്ലോക്ക് പൾസിന്റെ ലേണിംഗ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വലിയ വെളിച്ചുനീട്ടലുകൾ ഇല്ലാതെ എന്റേതായ ഒരു രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ലേണിംഗ് സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഏതൊരാൾക്കും ആത്മവിശ്വാസത്തോടെ ഒരു ട്രേഡ് എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കിൽ ബേസ്ഡ് ആയ കാര്യമാണ്. സ്കിൽ എന്നത് അച്ചീവ് ചെയ്തെടുക്കാൻ മാത്രമാണ് പറ്റുന്നത്, അത് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലേണിംഗ് സീരീസിലൂടെ ആ സ്കിൽ എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാം എന്ന വഴികളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എന്താണ് ട്രേഡിംഗ് എന്ന് നോക്കാം. രണ്ട് വ്യക്തികൾ തമ്മിലോ സ്ഥാപനങ്ങൾ തമ്മിലോ എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ സേവനമോ കൈമാറ്റം ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ക്രിപ്റ്റോ കറൻസികൾ കൈമാറ്റം ചെയ്യുന്നതിനെ നമ്മൾ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്ന് വിളിക്കുന്നു. ഈ ട്രേഡിംഗ് നടക്കുന്ന സ്ഥലത്തെ നമ്മൾ മാർക്കറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് നടക്കുന്നതിനെ ക്രിപ്റ്റോ മാർക്കറ്റ് എന്നും വിളിക്കുന്നു. ഈ ക്രിപ്റ്റോ മാർക്കറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ചിന്താഗതിയുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു തരാം. വിഷ്ണുവും രാഹുലും ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡർമാരാണ്. മാർക്കറ്റിൽ എൽ സാൽവഡോർ എന്ന രാജ്യം ബിറ്റ്കോയിൻ അവരുടെ ഒഫീഷ്യൽ കറൻസിയായി പ്രഖ്യാപിച്ചു എന്ന വാർത്ത വരുന്നു. വിഷ്ണു ഈ വാർത്തയെ വളരെ പോസിറ്റീവായാണ് എടുക്കുന്നത്. കാരണം അദ്ദേഹം ചിന്തിച്ചു, ഭാവിയിൽ മറ്റു രാജ്യങ്ങളും ഇതേപോലെ ബിറ്റ്കോയിനെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബിറ്റ്കോയിന്റെ വില കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിവെച്ചാൽ ഭാവിയിൽ വലിയ വിലക്ക് വിൽക്കാമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. എന്നാൽ രാഹുൽ ഇതേ സമയം ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. രാഹുൽ ചിന്തിക്കുന്നത് ബിറ്റ്കോയിൻ ഓൾറെഡി 90% പമ്പായി വില വർദ്ധിച്ചു നിൽക്കുകയാണ്. അതായത് മുമ്പത്തെ വിലയേക്കാൾ 90% കൂടുതലാണ് ഇപ്പോഴത്തെ വില. അതുകൊണ്ട് തന്നെ ഈ വാർത്ത മാർക്കറ്റിനെ വല്ലാതെ ബാധിക്കില്ലെന്നും വൈകാതെ തന്നെ വലിയൊരു ഇടിവുണ്ടാകുമെന്നും അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് രാഹുൽ അദ്ദേഹത്തിന്റെ ലാഭത്തിൽ നിന്നും ഇറങ്ങുവാൻ വേണ്ടി ഒരു എക്സ്ചേഞ്ച് മുഖേന ബിറ്റ്കോയിൻ സെൽ ഓർഡർ ഇടുന്നു. എന്നാൽ വിഷ്ണു ചിന്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അദ്ദേഹം ബൈ ഓർഡറും ഇടുന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള രണ്ട് ചിന്താഗതിയുള്ള ആൾക്കാർ നടത്തുന്ന ഓർഡേഴ്സ് മാച്ച് ആവുമ്പോഴാണ് അവിടെ ഒരു ട്രേഡ് നടക്കുന്നത്. അപ്പോൾ വിഷ്ണു എന്താണ് ഓർഡർ ഇട്ടത്? ഇന്നത്തെ അതായത് നിലവിലെ ബിറ്റ്കോയിന്റെ വിലയിൽ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ഓർഡർ ഇട്ടു. രാഹുൽ നേരെ തിരിച്ച് ബിറ്റ്കോയിൻ വിൽക്കാനുള്ള ഓർഡറും ഇട്ടു. ഈ രണ്ട് ഓർഡറും മാച്ച് ആവുമ്പോഴാണ് അവിടെ ഒരു ട്രേഡ് നടക്കുന്നത്. എല്ലാ ട്രേഡും ഇതേപോലെയാണ് നടക്കുന്നത്. ഇങ്ങനെ വാങ്ങുന്ന കോയിനുകളെ ആ വ്യക്തി എത്ര കാലം ഹോൾഡ് ചെയ്യുന്നു എന്നതനുസരിച്ച് നമ്മൾ ട്രേഡിങ്ങിനെ ലോങ് ടേം ട്രേഡിംഗ്, ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്നിങ്ങനെ തരംതിരിക്കുന്നു. ഇനി എങ്ങനെ ട്രേഡിംഗ് തുടങ്ങാം എന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 4 ട്രേഡിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സ്കാൽപ്പിംഗ്, 2 ഡേ ട്രേഡിംഗ്, 3 സ്വിംഗ് ട്രേഡിംഗ്, 4 പൊസിഷൻ ട്രേഡിംഗ്. ഇനി എന്താണ് സ്കാൽപ്പിംഗ്? ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഷോർട്ട് ടേം ട്രേഡുകളാണിവ. ഇതിനായി തിരഞ്ഞെടുക്കുന്ന സമയം ഏതാനും സെക്കൻഡുകൾ മുതൽ മിനിറ്റുകൾ വരെ മാത്രമാണ്. അതിനുള്ളിൽ തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആവുക എന്നതാണ് ഈ ഒരു ട്രേഡിംഗിലൂടെ ചെയ്യുന്നത്. ഇനി ഡേ ട്രേഡിംഗ് നോക്കാം. ഒരു ദിവസം തന്നെ ക്രിപ്റ്റോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതായത് അന്ന് തന്നെ വാങ്ങി അന്ന് തന്നെ വിൽക്കുന്നു. ഇതിനായി തിരഞ്ഞെടുക്കുന്ന സമയം ഏതാനും മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ മാത്രമാണ്. അടുത്തത് സ്വിംഗ് ട്രേഡിംഗ്. ഒരു ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങിയതിനു ശേഷം കുറച്ച് ദിവസങ്ങളോ ആഴ്ചകൾ വരെയോ ഹോൾഡ് ചെയ്യുകയും ആ കാലയളവിൽ ലാഭമുണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്വിംഗ് ട്രേഡിംഗ്. സാധാരണ ജോലിയുള്ള ആളുകളും മറ്റു തിരക്കുള്ള ആളുകളും ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണിത്. കാരണം ഇത് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ഏത് ദിവസവും മാർക്കറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടാർഗറ്റ് ഏരിയകൾ സെറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്നും മറ്റു ജോലികളിലേക്ക് പോകാം. കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് ഇതിൽ റിസ്ക് ഇല്ല എന്നല്ല. ലാസ്റ്റ് മെത്തേഡാണ് പൊസിഷൻ ട്രേഡിംഗ്. ഏതാനും ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ട്രേഡിംഗ് രീതിയാണ് പൊസിഷൻ ട്രേഡിംഗ്. ഇനി എന്താണ് ഇൻവെസ്റ്ററും ട്രേഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഒരു ഇൻവെസ്റ്റർ ലോങ് ടേമിലേക്കായിരിക്കും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചുരുങ്ങിയത് 1 വർഷം മുതൽ 3 വർഷം വരെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. അതുകൊണ്ട് ഇതിൽ നിക്ഷേപം നടത്താൻ വേണ്ടി അദ്ദേഹം ആ കോയിനിന്റെ ഫണ്ടമെന്റൽ അനലൈസ് ചെയ്യുന്നു. ഇതിൽ വരുന്ന കാര്യങ്ങൾ, നിലവിൽ ആ കോയിനിന്റെ സ്ഥിതി എന്താണ്, കഴിഞ്ഞ വർഷങ്ങളിൽ ആ കോയിനിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ കോയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റുകൾ, അതേപോലെ എന്തെങ്കിലും കോയിൻ അൺലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, സപ്ലൈ, റോഡ് മാപ്പ്, വൈറ്റ് പേപ്പർ ഇവയെല്ലാം അനലൈസ് ചെയ്യുന്നു. ഇതേപോലെ നമുക്കും ഫണ്ടമെന്റൽ അനലൈസ് നടത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റ് ആണ് കോയിൻ മാർക്കറ്റ് ക്യാപ്. നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കോയിൻ സെർച്ച് ചെയ്യുക. ഉദാഹരണത്തിന് ഈ ഒരു എത്തേറിയം എന്ന കോയിനാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ കോയിനിന്റെ വെബ്സൈറ്റ് ലിങ്ക് കിട്ടും.
വെബ്സൈറ്റിൽ ആ കോയിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാനും അതിനുവേണ്ടി സ്റ്റഡി ചെയ്യാനായിട്ടും പറ്റും. അതേപോലെ തന്നെ ആ കോയിനിന്റെ വൈറ്റ് പേപ്പർ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ആ കോയിൻ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നും ഭാവിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ആ കോയിൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നും എല്ലാം വ്യക്തമായി വൈറ്റ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ നിന്ന് തന്നെ ആ കോയിനിന്റെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസും നമുക്ക് കാണാൻ പറ്റും. ചാർട്ടുകൾ, ആ കോയിനിന്റെ ഓൾ ടൈം ഹൈ, ഓൾ ടൈം ലോ, നിലവിൽ ആ കോയിൻ അവൈലബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ന്യൂസുകൾ എല്ലാം തന്നെ ഈ ഒരു ആപ്പ് മുഖേന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി ട്രേഡേഴ്സ് ചെയ്യുന്നത് ചെറിയൊരു കാലയളവിൽ നിക്ഷേപം നടത്തി ലാഭം എടുത്ത് എക്സിറ്റ് ആവലാണ് ഇവരുടെ രീതി. ഇവർ കോയിനിന്റെ പ്രൈസിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതായത് പ്രൈസിന്റെ ചലനങ്ങൾ നോക്കി അതനുസരിച്ചാണ് ഇവർ ട്രേഡ് എടുക്കുന്നത്. ഇതിനെ നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നു. ഇൻവെസ്റ്റേഴ്സ് ഫണ്ടമെന്റൽ അനലൈസസ് നടത്തുന്നത് പോലെ തന്നെ ഇവർ ട്രേഡേഴ്സ് നടത്തുന്നത് ടെക്നിക്കൽ അനലൈസ് ആണ്. ഇനി എന്താണ് ടെക്നിക്കൽ അനലൈസസ് എന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചറിൽ വില പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സത്യത്തിൽ ഈ ടെക്നിക്കൽ അനലൈസസ്. അതായത് കഴിഞ്ഞ കാലയളവിൽ കോയിനുകളിൽ ഉണ്ടായിട്ടുള്ള വിലയിലെ മാറ്റങ്ങൾ വിലയിരുത്തി വരാൻ പോകുന്ന വിലയെ കണക്കാക്കുന്ന ഒരു രീതി. ഇതിനായി ഇവർ പാറ്റേൺസ്, ട്രെൻഡ് ഒക്കെ കണ്ടെത്തി പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. എന്താണ് പ്രൈസ് ആക്ഷൻ? കാൻഡിൽ സ്റ്റിക് ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഴയ വിലകളെയും മൂവ്മെന്റുകളെയും മനസ്സിലാക്കി ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പ്രൈസ് ആക്ഷൻ. ട്രേഡേഴ്സ് ഇങ്ങനെയുള്ള ചാർട്ടുകളിലെ പാറ്റേൺസ്, അതേപോലെ ബ്രേക്ക്ഔട്ട് എന്നിവ കണ്ടുപിടിച്ച് ട്രേഡ്സ് നടത്തുന്നു. ഇനി നമുക്ക് ട്രെൻഡ് എന്താണെന്ന് നോക്കാം. വില ഒരു പ്രത്യേക ദിശയിൽ കുറച്ചധികം സമയം തുടരുന്നതിനെയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു പ്രത്യേക ദിശയിൽ മാർക്കറ്റ് കുറച്ചധികം മൂവ് ആയിട്ടുണ്ട്. ഇതിനെ ട്രെൻഡ് എന്ന് പറയുന്നു. ഇനി എപ്പോഴാണോ ഈ ഒരു ട്രെൻഡ് അവസാനിപ്പിച്ച് പുതിയൊരു രീതിയിലേക്ക് മാർക്കറ്റ് മൂവ് ആവുന്നത്, അതിനെ നമ്മൾ ബ്രേക്ക്ഔട്ട് എന്ന് വിളിക്കുന്നു. ട്രേഡേഴ്സ് ഇവിടെയെല്ലാം തന്നെ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ട്രേഡേഴ്സ് എപ്പോഴും അവരുടെ ട്രെൻഡ്, പാറ്റേൺ, അതേപോലെ പ്രൈസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ട്രേഡ് എടുക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പഠിക്കാം. പ്രൈസ് ആക്ഷൻ എന്നത് ഒരു സ്കില്ലാണ്. ശരിയായി ചെയ്യാൻ ഏറെ നാളത്തെ പരിശ്രമം ആവശ്യമാണ്. അതിനാൽ നമ്മൾ എപ്പോഴും പേപ്പർ ട്രേഡ് ചെയ്ത് നമ്മുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്തതിനു ശേഷം മാത്രമേ റിയൽ മണി കൊണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാവൂ. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരാളെ ചേർക്കുന്ന പരിപാടിയാണ്, ഇതൊരു ഗാംബ്ലിംഗ് ആണ് എന്നൊക്കെ. ഈ തെറ്റിദ്ധാരണ മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. ഒന്നിച്ചു പഠിക്കാം, ഒന്നിച്ചു വളരാം.